Je rêvais d'un monde nouveau, sans excès cette fois, plutôt plus courtois, un monde bien plus beau. Je l'ai déjà vu 1000 fois, mais jamais sans toi. J'ai cru qu'on était bien ensemble, que rien n'était plus important. Y avait un truc en moi pourtant. Je voyais un truc en toi tout ce temps. Là c'est d'être face aux choses qu'on n'oublie pas. Mais dis-moi qu'il n'est jamais trop tard. Perdons la mémoire, j'y crois. Moi. We'll do it all, everything on our own. We don't need anything or if I lay here, if I just lay here, would you lie with me and just forget the world? I don't quite know how to say how I feel. How do you do that with your eyes? You know it gets me every time. I swear I wish I could read your mind, 'cause I ask the same question every night. So just breathe. Breathe in, breathe deep, you know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. What would I do without your eyes?
smile creates the temple. I tend to be used as your pillow. So just breathe. Breathe in, release, you know that's all you need. I can't describe your eyes, but when they're looking at me, my heart, it beats and I can't seem to dream. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. Your fingers are mine as they intertwine. You're telling me words unspoken. Our fingers align as they intertwine. You break my heart wide open. Your fingers are mine as they intertwine. പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട റോണിനെയും ലിസിനെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഭക്തിപൂർവ്വം ഈ തിരുക്കർമ്മങ്ങളിൽ ഒന്ന് ചേർന്ന് നമുക്ക് പങ്കുചേരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത സർവ്വവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവായി ദൈവമേ, മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹകൂട്ടായ്മയ്ക്ക് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകുവാൻ തിരഞ്ഞെടുത്ത റബ്ബാക്കയെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുവൻപിൽ അടഞ്ഞിരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ എന്നേക്കും. കർത്താവ് നല്ലവനാണ് നിങ്ങൾ അനുഭവിച്ചറിയുവൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിൽ അടഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. ധനികർ ദരിദ്രരാകാം, വിശന്നു വലയാം. കർത്താവിന് തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? അകൃത്യത്തിൽ നിന്നകന്ന നന്മ ചെയ്യുവിൻ, സമാധാനം തേടിയതിനെ പിന്തുടരുവിൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിൽ അടഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പൊടിച്ചുകൊണ്ടിരിക്കുന്ന സഭയിൽ ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങനെ സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നയിക്കും.
ജീവനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. എന്റെ കർത്താവിനെ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനത്തെ പരിപാലിക്കുന്നവരുമാകും ഞങ്ങളിപ്പോൾ നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥാനേക്കും ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15:9 മുതലുള്ള വാക്യങ്ങൾ. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാകുന്നു എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹമുള്ള റോൺ, ലിസ്, ഇന്ന് ഇവരുടെ ദിവസമാണ് അല്ലെ. നമ്മുടെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സുദിനമാണ്. അതിനെ സാക്ഷികളായി നമ്മുടെ കുടുംബക്കാരും കൂട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ഇന്നിവിടെ സന്നിഹിതരാണ്. പ്രിയപ്പെട്ട റോൺ കോട്ടയത്താണ് റോണിന്റെ വീട്. എൻ്റെ പൗരോഹിത്യം 5 വർഷം ഞാനും കോട്ടയത്തായിരുന്നു. ഞങ്ങളുടെ ലൂർദ് പള്ളി പണിയുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ട്, ഞങ്ങളുടെ ലൂർദ് പള്ളിയിൽ. അതുപോലെ തന്നെ ലിസ് ഞങ്ങളുടെ നേറ്റീവ് കൊച്ചാണ്. കുറച്ച് പേരുണ്ട് അല്ലെ, ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ കല്യാണമായി എന്ന് പറയുന്ന കുറെ പേര് ഒരു ബാച്ചിലൊക്കെ ഉണ്ട്. ഞാനിവിടുന്ന് പട്ടം കിട്ടിയ അവസാനത്തെ ഒരു അച്ഛനാണ്. ഞങ്ങൾ 6 അച്ഛന്മാരാണ്. ഇത് അവസാനത്തെ അച്ഛനാണ് ഞാൻ. എൻ്റെ വീട് ലിസിന്റെ വീടിലൊക്കെ ഏകദേശം അടുത്ത് തന്നെയാണ് വരുന്നത്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വളരെ ചുരുങ്ങിയ ചില വാക്കുകൾ. ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് സന്തോഷമായി അടിച്ചു പൊളിച്ച് നിങ്ങൾ ജീവിക്കുക. രണ്ടാമതായി, നിങ്ങൾ മാത്രമല്ല ഈ ലോകത്തെ ഏറ്റവും ആദ്യം വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാൻ പോകുന്നത്. ഒന്ന് ബാക്കിൽ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ കുറെ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവരും ഇതേപോലെ തന്നെ ഇവിടെ വന്നിരുന്ന് ഏതോ ഒരു വൈദികൻ ഇവരോടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്തോ വേണ്ട, നമ്മള് ഒരു ജീവിതാംശത്തിലേക്ക് നടക്കുന്നു. ഞാനും നിങ്ങളും ഒക്കെ സ്വീകരിക്കുന്നത് ഓരോ ജീവിതാംശ 3 ഉണ്ട്. പൗരോഹിത്യമുണ്ട്, സന്യാസമുണ്ട്, വിവാഹ ജീവിതം. ലിസ്സും റോണും തെരഞ്ഞെടുത്തിരിക്കുന്നത് വിവാഹ ജീവിതമാണ്. അതിന് ഒരു കുറവുമില്ല, ഒരു തെറ്റുമില്ല. നല്ല കാര്യം. ഞാൻ തെരഞ്ഞെടുത്തത് എനിക്ക് പറ്റുന്ന പൗരോഹിത്യം എന്ന ദൈവദാനമാണ്. ഇത് ഓരോ ദൈവവിളിക്കും ഓരോരുത്തരെയും ദൈവം നിയോഗിച്ചിട്ടുണ്ട്. അവിടെ ക്യാപ്റ്റായ ഒരു വ്യക്തി ആ ദൈവവിളിയിലേക്ക് എത്തിയില്ലെങ്കിൽ അവർ മൊത്തം പ്രശ്നങ്ങളാണ്.
ഒരു ദൈവവിളിക്ക് പോകേണ്ട വ്യക്തി, ആപ്റ്റായ ഒരു വ്യക്തി ഇന്ന ദൈവവിളിക്ക് എത്തിയില്ലെങ്കിൽ അവിടെ മൊത്തം പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുത്ത ഈ ദൈവവിളി അത് മരണം വരെ വിശ്വസ്തപൂർവ്വം ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. മദർ തെരേസ പറഞ്ഞിരിക്കുന്ന, ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു വാക്യമാണ്, God does not call you to be successful but to be faithful. So do good, be good. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വിജയിക്കാൻ വേണ്ടി മാത്രമല്ല, നല്ലത് ചെയ്യാനും വിശ്വസ്തരായിരിക്കാനും വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അപ്പനോടും അമ്മയോടും മാതാപിതാക്കൾ എല്ലാവരോടും വിശ്വസ്തരായിരിക്കുക, പരസ്പരം വിശ്വസ്തരായിരിക്കുക. രണ്ടാമത്തെ ഒരു കുറച്ച് കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ ഓരോ ജീവിതാവസ്ഥയോടെ നമ്മൾ അവസാനം എത്തിച്ചേരുന്നത് ഈ കുരിശിന്റെ ഉള്ളിലേക്കാണ്. നമ്മൾ അവസാനം എത്തിച്ചേരുന്നത്. ഞാൻ നിങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുക, എന്നെ ഈ വലിച്ച് ജീവിതമാകുന്ന വെച്ച് ഞാൻ തുടങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങളും ഇനി 28-ാം തീയതിക്ക് ശേഷം 24-ാം തീയതിക്ക് ശേഷം നിങ്ങളും ഒരുമിച്ച് തുഴയാൻ പോവാണ് അവര്. എപ്പോഴും ഓർത്ത് വെക്കണം, ഏത് ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, സന്തോഷമുണ്ട്. ഏത് ജീവിതത്തിലുണ്ട്. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ഈ വഞ്ചി തുഴയാൻ പോയി കഴിഞ്ഞാൽ ഒക്കെ പ്രശ്നങ്ങൾ. അതായത് കാറ്റിന്റെ ദിശയും കടലിന്റെ ഓളവും കൃത്യമായ മനുഷ്യ മനസ്സുകൾ മനസ്സിലാക്കുന്ന ദൈവം തമ്പുരാനെ നമ്മുടെ ഈ ജീവിതമാകുന്ന വഞ്ചിയിൽ നിന്ന് കയറ്റി കഴിഞ്ഞാൽ നമ്മൾ തുഴഞ്ഞ് നമ്മുടെ കയ്യങ്ങൾ കഴയ്ക്കുമ്പോൾ പുള്ളിക്കാരൻ ബാക്കി കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഒറ്റയ്ക്ക് തുഴയാൻ പോകരുത്. നിങ്ങളുടെ ജീവിതമാകുന്ന വഞ്ചിയിൽ ആര് കയറ്റിയിരുത്തണം? ദൈവത്തെ കയറ്റിയിരുത്തണം. ഇന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി ഉള്ളിൻ്റെ ഉള്ളില് ഇങ്ങനെ വിങ്ങി നിൽക്കുന്ന ഒരു 4 മുഖങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങളുടെ അപ്പനും അമ്മമാരുമാണ്. അപ്പൊ അതുകൊണ്ട് അമ്മമാരുമാണ്. അതുകൊണ്ട് അപ്പനെയും അമ്മയെയും സ്നേഹിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാം. നന്നായിട്ട് സ്നേഹിക്കാൻ നിങ്ങൾ വേറെ ആരും കണ്ടൊന്നും പഠിക്കുന്നു, നിങ്ങളുടെ അപ്പനെയും അമ്മയും നോക്കിയാൽ മതി. അവര് എങ്ങനെ ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്തു, എങ്ങനെ ഒരുമിച്ച് ജീവിച്ചു, ഇതൊക്കെ നിങ്ങളും കണ്ട് പഠിച്ചാൽ മാത്രം മതി. അപ്പച്ചനെയും അമ്മയെയും സ്നേഹിക്കാൻ പറ്റാത്ത ഒരാൾക്ക് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാണപ്പെടുന്ന ദൈവങ്ങളായ അപ്പനെയും അമ്മയെയും സ്നേഹിക്കാൻ പറ്റാത്തവർക്ക് ഒരിക്കലും കാണപ്പെടാത്ത ദൈവത്തെ ഒരിക്കലും സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ അപ്പനെയും അമ്മയെയും പൊന്നുപോലെ സ്നേഹിക്കുക, സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുകയുണ്ട്. ഇത്രയോ നമ്മുടെ ജീവിതം. അതുകൊണ്ട് എത്രത്തോളം മനോഹരമായി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നോ അത്രത്തോളം എൻജോയ് ചെയ്ത് ജീവിക്കുക. നമുക്ക് ജോലിയും കാര്യങ്ങളും ഒക്കെയുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിലും ഒരുമിച്ച് ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാൻ തുടക്കത്തല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇപ്പം കാണിക്കുന്ന ഈ സ്നേഹം 90-ാമത്തെ വയസ്സിലും നിങ്ങൾക്ക് ഉണ്ടാകണം. ഇപ്പൊ ഈ കാണിക്കുന്ന സ്നേഹവും കരുതലും 90-ാമത്തെ വയസ്സിലും നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ പ്രേമിക്കണം, നന്നായി പ്രേമിക്കണം. 90-ാം വയസ്സിലും നന്നായിട്ട് പ്രേമിക്കണം. കാരണം എപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരു കൊച്ചു കാര്യം, എന്റെ കയ്യിലൊരു വാച്ച് ഉണ്ട്, പുതിയൊരു വാച്ച്. പുതിയ വാച്ച് കിട്ടുമ്പോ നമ്മൾ എങ്ങനെയാണ് നടക്കുക അല്ലെ? അതൊരു 5-6 വർഷം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ വാച്ച് നമുക്ക് തോന്നും ഇല്ല, സ്ക്രാച്ച് ഒക്കെ വീഴും അല്ലെ? അതേപോലെ ആവരുത് നമ്മുടെ കുടുംബജീവിതം. എപ്പോ കണ്ടാലും എപ്പോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമുക്കിത് ഇന്നാണ് എന്റെ കല്യാണം കഴിഞ്ഞത്, ഇന്നാണ് എന്റെ വിവാഹം കഴിഞ്ഞത്, ഇന്നാണ് ഇവിടെ എനിക്ക് സ്വന്താക്കാൻ പറ്റിയത്, ഇന്നാണ് ഇവനെ എനിക്ക് സ്വന്താക്കാൻ പറ്റുന്നത് എന്ന ബോധ്യത്തോടു കൂടെ സ്നേഹിച്ച് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. യൂസ് ആൻഡ് ത്രോ ആവരുത്. ഇപ്പോഴത്തെ പാനുകൾ ഉണ്ടല്ലേ എഴുതിവിടും. പണ്ട് നിബ് പാൻ ഉണ്ടായിരുന്നു, അതിൽ മഷി കഴിഞ്ഞാൽ മഷി ഒഴിച്ച് അത് എഴുതുമായിരുന്നു. അതൊരിക്കലും കളയില്ല. അപ്പൊ അതേപോലെ യൂസ് ആൻഡ് ത്രോ ആവരുത്. നമ്മുടെ റിലേഷൻഷിപ്സ് എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ഇനി അധികം പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. ആവശ്യത്തിലധികം ഞാൻ പറഞ്ഞു. ഇനി കല്യാണത്തിന് വേറൊരു വെച്ചം വന്ന് കുറെ കാര്യങ്ങൾ. അപ്പോൾ സന്തോഷിച്ച് ദൈവത്തിനെ കൂടെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. വന്ന വഴി പാർക്കാതിരിക്കുക. ദൈവം അനുഗ്രഹിക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹവാഗ്ദാനമായി ഒരുങ്ങിനിൽക്കുന്ന പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ കണ്ണുകൾ മനസ്സിലാക്കി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ
ഈ ദാസരെ അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അയണമാരെ നിലനിൽക്കുന്ന ബദ്ധവുമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കാൻ ഈ ദാസരെ ഒരുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മളും സമർപ്പിക്കാം. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. റോൺ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കൂദാശയിലൂടെ ലിസിനെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ലിസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കൂദാശയിലൂടെ റോണിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? സാക്ഷികൾ ഫ്രണ്ടിലേക്ക്. ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ റോണിനെയും ലിസിനെയും മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വിവാഹ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. വിവാഹ വാഗ്ദാനം ചെയ്ത് ദാസരുടെ മേൽ ഞങ്ങളുടെ കാരണത്തിന്റെ ഫലം നീക്കണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധനായ മറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെയും നാഥനായ മാറിയൗസേപ്പിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആതിഥ്യം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥനേക്കും. ദൈവത്തിന്റെ പരിപാലനം നിങ്ങൾ ചെയ്ത വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസ്ഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാകട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹം എന്ന കൂദാശയ്ക്കായി ഇണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ ദീർഘതമിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തെ നമുക്ക് പ്രകീർത്തിക്കാം. ദൈവമേ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേക്കാമെന്നു സ്തോത്രങ്ങൾ. ഞങ്ങളെന്നും സ്തുതിക്കുന്നു. ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധി. ഉന്നതനായ താതൻ തന്നോട് ദിവ്യനാം സൂനുവാണുമേ. മധ്യരക്ഷയ്ക്കാൻ കന്യകയിൽ അങ്ങു മന്നീരെ ജാതനായി അങ്ങു മന്നീരെ ജാതനായി.
പ്രാർത്ഥിക്കാം. കാരുണ്യവാനും അനുഗ്രഹദായകനുമായ ദൈവമേ, അങ്ങയുടെ തിരുസുതൻ സ്ഥാപിച്ച വിവാഹമെന്ന കൂദാശയ്ക്ക് മുന്നോടിയായി തങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അങ്ങേക്ക് മുൻപിൽ ഏറ്റുപറയുവാൻ ഇവിടെ അങ്ങേക്ക് മുൻപിൽ വന്നിരിക്കുന്ന റോണിന്റെയും ക്രിസ്റ്റിനെയും ആശീർവദിക്കണമേ. ഇവരുടെ അനുദിന ജീവിതത്തിൽ അങ്ങയുടെ മാതൃകയും വഴികാട്ടുകയുമായിരിക്കണമേ. ആത്മീകവും ഭൗതികവുമായ അനുഗ്രഹദാനങ്ങൾ സമൃദ്ധമായി ഇവർക്ക് നൽകണമേ. ആമേൻ. Like a firefly, open the night, alive and bright, chasing old shadows. Days grow longer and nights grow shorter as I lie free. Passing streetlights and starry moonlights and I fly free. The days grow longer and nights grow shorter as I lie free. Passing streetlights and starry moonlights and I fly free. Hey! 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 I feel no sorrow. Jale, nikle, तुझे की तरह. There I see. And now, ladies and gentlemen, for the moment, happy making four. Let's organize and put your hands together. Lucky one with the morning to play. Ladies and ladies here in Bangladesh. Open the night, alive and bright, chasing old shadows. Like a छोड़ के
Yes, ladies and gentlemen, നല്ലൊരു കൈയ്യടി കൊടുത്തുകൂടെ തന്നെ. Ladies and gentlemen, welcome ചെയ്യാണ് രണ്ടുപേരെയും. ഇതാണ് ലിസൺ റൗണ്ടും എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും രണ്ടുപേർക്കും ഒരു ബ്യൂട്ടിഫുൾ എൻട്രി ആണ് നമ്മൾ കണ്ടത്. എസ്പെഷ്യലി നമ്മുടെ ലിസണിന്റെ ഒരു അടിപൊളിയായ ഒരു പാട്ട് ഉണ്ടായിരുന്നു. തിങ്കളേ പുത്തിങ്കളേ ഇനി ഒളി കണ്ണിറയരുതേ ഇവക്കൊരുവൻ കിഴക്കുതിച്ചേ കുതിച്ച് ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴകു മണിച്ചെടുത്തൻ തിങ്കളേ പൊത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ Mama kamatri kuna tedi bandang ini Dela dela bikin malam mati pada ini Golan faro yang cilaro Nila dalai pasaro Masa faro nupai pada biru Sini kuya dikari
slowly, punch your body, everybody say slowly, slowly, punch your body, slowly, slowly, punch your body, slowly, slowly, punch your body. താങ്ക് യു സോ മച്ച്. ഇത് ഒന്നും രണ്ടും പേരൊന്നല്ല അല്ലെ, ഒരു ഫാമിലി മുഴുവനായിട്ട് ചേർന്ന് രാജ്യമാരും മക്കളുമാരും നമ്മുടെ കസിൻസും അങ്ങനെ എല്ലാവരും കൂടി കിട്ടില്ല അല്ലെ. എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സൂപ്പറായിരുന്നോ? അടിപൊളിയായിരുന്നോ? ഇഷ്ടപ്പെട്ടോ? ഒരു നല്ല കൈഡി നമ്മുടെ ലിസ്റ്റിന്റെ ഡ്രാമിന് കൂടെ എല്ലാവരും നൽകാമോ? സോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഈ ഒരു സമയം ലിസ്റ്റിനെ ഡ്രാമിനെയും ഇന്നത്തെ ഒരു വേദിയിലേക്ക് കൂടെ നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുബന്ധത്തോടും കൂടി തന്നെ ഇന്നത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷത്തേക്ക് നിറ കൈകളുമായി തന്നെ ഞങ്ങൾ വെൽക്കം ചെയ്യാണ്. Ladies and gentlemen, welcome to the dais. Ladies and gentlemen, നമ്മളൊക്കെ ഇന്നത്തെ ഒരു വേദിയിൽ ഏറ്റവും അധികം കാണാനായിട്ട് ആഗ്രഹിച്ച പ്രാർത്ഥിച്ച ലിസൺ റോൺ ആണ് വേദിയിലെ സമയം നിൽക്കുന്നത്. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഒരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. കാരണം അത്രമാത്രം ഇവരെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഓരോരുത്തരുമാണ് ഇവിടെ വന്നിച്ച് അദ്ദേഹം. ഞാനിവിടെ നിൽക്കുന്ന സമയം മുഴുവൻ അദ്ദേഹം നമ്മളുടെ ഡാൻസുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഏറ്റവും അധികം ഞാൻ ശ്രദ്ധിച്ചുള്ള ഒരു ഫേസ് ഉണ്ടായിരുന്നു. അത് ആദ്യം പറയാൻ പറ്റും, നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് റൈറ്റ് സൈഡിൽ ഇരിക്കുന്നവരുടെ ആന്റിറ്റി ആയിരുന്നു. ഈ ക്രീം കളർ സാരി എടുത്തിരിക്കുന്ന എന്താണെന്നറിയില്ല, എപ്പോഴും ഭയങ്കരമായിട്ട് സ്മൈൽ ചെയ്ത് അല്ലെ, എപ്പോഴും സ്മൈൽ ചെയ്ത്. പിന്നെ ഒരു മാത്രമല്ല, ഞാനൊരു പേരൊക്കെ ചോദിക്കാൻ വിട്ടുപോയി. നമ്മുടെ സൗണ്ടിന്റെ അടുത്തിരിക്കുന്നത് നമ്മുടെ ഫാമിലി തന്നെയാണ്, സ്പെക്സ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരാള്, പിന്നെ ഇവിടെ ഒരാളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവര് രണ്ടുപേരും വരുന്നതിന് മുന്നോടിയായിട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഇവരൊക്കെ തന്നെ മുന്നിലുണ്ടായിരുന്നു കേട്ടോ. അതിന് ഏറ്റവും ആദ്യം തന്നെ നന്ദി പറയാണ്. എങ്ങനെ ഡിയർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ലിസ് തൈക്കാട്ടിൽ മാടക്കായി കുടുംബാംഗമാണ്. Who's the lovely daughter of Captain Johnson and Dr. Minnie Moore, a beautiful bride Liz, who's a BTech in Civil Engineering from College of Engineering, Trivandrum. Currently, she is working as Assistant Manager at South Indian Bank, Thoppuvadi branch, Ernakulam. And moving to a handsome groom, Mr. Ron, who hails from Alapada Kidakkudan family, who's the loving son of Mr. Roy and Mrs. Gani Roy. A groom who's a BTech graduate, BTech from Kerala Agriculture University, Mandati, and MTech from National Dairy Research Institute, Haryana, who's a gazette officer, posted at team leader, Idukki, and the Dairy Department, Kerala. I think rendu perum well educated ആണ്, well settled ആണ്, rendu നല്ല ഫാമിലിയിൽ ഉള്ള വ്യക്തികളാണ്. ഇവരാണ് rendu perum 100% agree ചെയ്യുന്നു? Yes or no? താങ്ക് യു സോ മച്ച്. അടുത്തതായി വേദിയിലേക്ക് എത്തുന്നത് ഇവരുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങളെയാണ് നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം ഇവരുടെ ലൈഫിൽ ഒരു അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട് അല്ലെ, പ്രാർത്ഥനയായി സ്നേഹമായി എപ്പോഴും ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ, നമ്മളെക്കാൾക്ക് ഉപരിയായിട്ട് ഇന്നത്തെ ഒരു നിമിഷത്തിന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ കുടുംബം തന്നെയായിരിക്കും, അവരുടെ പാരന്റ്സ് തന്നെയായിരിക്കും. ഈ ഒരു സമയം ലിസിന്റെ പാരന്റ്സ് ആണ് ആദ്യം വേദിയിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നത്. നിരന്ന സ്നേഹത്തോടു കൂടി തന്നെ വെൽക്കം ചെയ്യുന്നു. With all due respect and love, I would like to welcome Captain Johnson and Dr. Minnie Moore onto this wonderful dance with a huge round of applause in everybody. Yes. ലിസിന്റെ പാരന്റ്സ് ആണ് ഈ സമയം വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. രണ്ടുപേർക്കും നമസ്കാരം. ഇന്നത്തെ ഇവന്റിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. And let me introduce Captain Johnson, who is a second master in Shipping Corporation of India, and we will have Dr. Minnie Moore, who is an associate professor in Government College of Engineering, Kannur. And ഇനി അടുത്തതായിട്ട് വേദിയിലേക്ക് എത്തുന്നത് റോണിന്റെ പ്രിയപ്പെട്ട പാരന്റ്സ് ആണ്. കാരണം നമ്മുടെ ഒരു കുടുംബവുമായിട്ട് ഒന്ന് ചേർക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു കുടുംബവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട പാരന്റ്സ്. Ladies and gentlemen, ഒരുപാട് നിറഞ്ഞ സ്നേഹത്തോടു കൂടി ആദരവോട് കൂടിയിട്ടാണ് അവരുടെ സമയം വേദിയിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. Let me welcome Mr. Roy and Mrs. Gani Roy onto this wonderful dais with a huge round of applause. Yes.
അപ്പൊ റൗണ്ട് പാരന്റ്സ് ആണ് ഈ സമയം വേദിയിൽ ചേർന്ന് നിൽക്കുന്നത്. ഒരുപാട് സ്നേഹത്തോടു കൂടി തന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. I'd like to introduce Mr. Roy, who's a marketing head at Sperry Books, and Mrs. Girl is here, who's a teacher, Mark Basilius School, Kottayam. And ഇനി നമ്മുടെ ഈ ഫാമിലി പിക്ചർ കംപ്ലീറ്റ് ആകാൻ 1, 2, 3, 4 വ്യക്തികളൊക്കെ ഇവിടേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. എനിവേ ലിസിന്റെ എൽഡർ ബ്രദർ അദ്ദേഹമാണ് അടുത്തതായിട്ട് വേദിയിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നത്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഗൈഡൻസും സപ്പോർട്ടൊക്കെ കിട്ടുന്നത് ഈ ബ്രദറിന്റെ അടുത്ത് നിന്നായിരിക്കാം. അതെ, ഇനി നല്ലൊരു കാര്യം കൊടുക്കുന്നത് എനിക്ക് പേര് പറയാൻ പറ്റുമോ എന്ന് കൺഫ്യൂഷൻ ആയിരുന്നു അല്ലേ? ഭയങ്കര ഫാൻസ് ആണല്ലോ ഇത്. അതെ, ഓക്കെ. എന്തുകൊണ്ടാണ്? Okay. Anyway, Dr. Edwin is here. This is another practitioner of modern medicine. And ഇനി നമുക്ക് വേദിയിലേക്ക് എത്താനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാൻഡ് പാരൻസ് ആണ്. അവരെയാണ് നമ്മളിന്റെ വേദിയിലേക്ക് ക്ഷണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എസ്പെഷ്യലി ആദ്യം ലിസിന്റെ സൈഡിൽ ഗ്രാൻഡ് പാരൻസ് മിസ്റ്റർ എം.എൽ. ആന്റണി ആൻഡ് മിസ്സസ് ലിസി ആന്റണി. And also would like to welcome Mr. T.V. Pius and Mrs. Trixie Amma. 4 പേരും അവിടെ വേദിയിലേക്ക് എത്തിച്ചേരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് സ്റ്റേജിലേക്ക് വരാൻ ബുദ്ധിമുട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വേദിയിലേക്ക് എത്തിച്ചേരാം. മിസ്റ്റർ എം.എൽ. ആന്റണി ആൻഡ് മിസ്സസ് ലിസി ആന്റണി. അമ്മച്ചി ലിസി ആന്റണി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. The plans we make and chances we take, I feel everything more with you. Quiet confidence and trusting every step, and we know that our faith will get us through. It's so obvious, forever calling us, and this time we won't wait and wonder anymore. When the morning breaks, we won't hesitate. It's the first day, it's the first page. Our story starts here. Our story starts here. Before our eyes, now we find it all becomes so clear. Our story starts here. Constant faith in the words we say, and it makes us sure we're never letting go. It's so obvious, forever calling us. It's the first day, yeah, it's the first page. Our story starts here. Our story starts here. Before our eyes, now we find it all becomes so clear. Our story starts here. Our story is, our story is, our story is, our story, our story is, our story is, our story is, our story. ഞാനതൊക്കെ വേണ്ടി കൈമാറുന്നു. മിസ് ജോൺസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ അവളുടെ കുറച്ച് നല്ല കാര്യം. കാതറിൻ രാജു പേര് നേരത്തെ ഹ്യൂമർ എന്ന് പറഞ്ഞെങ്കിലും അതെങ്ങനെയാണെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് കറക്റ്റ് കാര്യം എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാലും പ്ലീസ് ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ബ്രദർ എന്തെങ്കിലും ഒന്ന് 2 വാക്ക് പറയുന്നത് അല്ലെ? 2 വാക്ക് എന്തായാലും പറയണം. ഞാൻ പ്രത്യേകം ക്ഷണിക്കാണ്. എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം പ്ലീസ്. മിസ് പറഞ്ഞതുപോലെ ഓൾറൗണ്ടർ
അവളെ പറയണില്ല. അവളെ ആരെ കണ്ടാണ് പഠിച്ചതെന്നുള്ളതാണ് അവള് മനസ്സിലാക്കേണ്ടത്. അവളാണ്. അപ്പൊ ഞാൻ അവളെ 3 വർഷം മുമ്പ് ജനിച്ചതാണ്. അവളൊക്കെ കണ്ടു പഠിച്ചിട്ടുള്ളത് അപ്പൊ അവളുടെ എല്ലാ ഉയർച്ചകൾക്കും എനിക്ക് ചെറിയൊരു പങ്കുണ്ട്. അപ്പൊ എല്ലാവരും അതേപോലെ നമുക്ക് ഈ സമയത്ത് നല്ലൊരു സമ്മതത്തിന്റെ ആശംസകൾ നേരുവാനായിട്ടും ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കും. ഞാൻ ഈ എന്തെങ്കിലും പൈസ കൊണ്ടുപോയി അപ്പൊ അതിലേക്ക് പോകുന്നില്ല. കുറച്ചൊരു സേഫ്റ്റി നമ്മൾ നോക്കണം. പക്ഷെ എന്തായാലും താങ്ക് യു സോ മച്ച്. നന്നായിട്ട് സംസാരിച്ചു കേട്ടോ. അടിപൊളി. കാതറിൻ ഞാൻ കാതറിനെ മൈക്ക് ഹാൻഡിങ് ഓവർ ചെയ്യുന്നു. ഹലോ, ഞാൻ ലിസ്റ്റിന്റെ ഫസ്റ്റ് കസിൻ ആണ്. ലിസ്റ്റിനെ വെച്ച് പറയുകയാണെങ്കിൽ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് മെമ്മറീസ്, അതൊരു 25-26 ഇയേഴ്സിന്റെ ബെസ്റ്റ് മെമ്മറീസ് ആകെ ലിസ്റ്റിന്റെ കൂടെയാണ് സിൻസ് ചൈൽഡ്ഹുഡ്. അപ്പോ അതൊരു വലിയ കാര്യമാണ്. പിന്നെ എല്ലാത്തിലും ഉണ്ടായി ഡാൻസ് കളിക്കാൻ പോവാൻ ഞങ്ങളിപ്പോഴും ഒരുമിച്ചാണ്. അങ്ങനെ പിന്നെ ട്രിപ്പിൽ പോവാൻ അങ്ങനെ അവരൊക്കെ അവർക്ക് സ്ഥലമായി പോകാൻ പറ്റിയിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ പോകും, ഞങ്ങളൊന്ന് പോയി കറങ്ങും, തിരിച്ചു വരും. ഞാൻ ബാംഗ്ലൂരിൽ അവള് ആലപ്പുഴ, എറണാകുളം, ട്രിവാൻഡ്രം അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് പറഞ്ഞ് എനിക്ക് പോകാൻ പറ്റി. ലിസ്റ്റിന്റെ കൂടെ പോകണം. അപ്പൊ ഞാൻ കുഴപ്പമില്ല. ലിസ്റ്റ് ഉണ്ടെങ്കിൽ എന്റെ ഒരു അല്ലെങ്കിൽ സ്പെഷ്യൽ ലിസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഞാൻ എന്തെങ്കിലും എനിക്ക് അത് ചെയ്യാന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് പോകാനോ അങ്ങനെയാണോ അപ്പൊ അങ്ങനെ. അപ്പൊ ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ അങ്ങനെ എന്നാ പോയി ലിസ്റ്റ് സംഭവം തന്നെയാണ്. ഓക്കെ, നമ്മൾ ഇത്രയൊക്കെ ലിസ്റ്റിനെ കുറിച്ച് കേട്ടു. പക്ഷെ നമ്മൾ കുറെ സമയം ഇത് റോണിനെ കണ്ടോണ്ടിരിക്കുകയാണ്. റോൺ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല. വളരെ ശാന്തമായി നിൽക്കുന്നത് റോണിനെയാണ് നമ്മൾ ഇത്ര സമയം കണ്ടത്. എനിക്കറിയില്ല റോണിന് വേണ്ടി ഞാൻ ആദ്യം ആരെ വിളിക്കണമെന്നുള്ളത്, ക്ഷണിക്കാനുള്ളത്. റോണിന്റെ ഡാഡിയിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തോടെ അദ്ദേഹത്തിന്റെ പെർമിഷനോട് കൂടിയിട്ട് അതായത് ഞാനത് ക്ഷണിക്കാം. എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം അത് മിസ് ചെയ്യില്ല. റോണിന്റെ മമ്മിയെ ഞാൻ ക്ഷണിക്കുന്നു. പ്ലീസ്. ഞാനൊന്നും പ്രിപ്പയർ പറയാൻ വേണ്ടിയാണ്. എങ്കിലും ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നടന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും തോന്നും. പാലക്കാട് വലിയപ്പനൊരു പേരുണ്ട്. പേരെന്തായിരുന്നു? വലിയപ്പന്റെ പേര് പറഞ്ഞേ എന്താണെങ്കിലും പാലക്കാട് വലിയപ്പന് അതപ്പോ ഫേമസ് ആയല്ലേ. റോണിന്റെ മമ്മിക്ക് ഞങ്ങൾക്ക് ഇവിടേക്ക് കണ്ടുവന്ന് പറയും കേട്ടോ. തീർച്ചയായിട്ടും വരണം. യെസ് സർ. ഹലോ. വലിയൊരു സന്തോഷമുണ്ട്. അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഡാൻസാണ് ഞങ്ങൾ കണ്ടത്. ഇത് ഈ കുടുംബത്തിലെ ആൾക്കാർ സ്ത്രീകളെല്ലാം കൂടി ചേർന്ന് വളരെ നന്നായിട്ടുണ്ട്. പുരുഷന്മാർ കൂടുതൽ നന്നായിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ ശാന്ത സ്വഭാവിയും എപ്പോഴും പുഞ്ചിരിക്കുന്ന നല്ലൊരു മനസ്സുള്ള റോണാണ്. ഒരിക്കലും ലിസ്റ്റിന് ചേർന്ന ഒരു വ്യക്തി തന്നെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. എത്രത്തോളം വാക്കുകൾ പറഞ്ഞല്ല, പക്ഷെ എത്രത്തോളം നല്ല സ്റ്റൈലിഷ് ആയിട്ട് സംസാരിച്ചു അല്ലേ. എന്നാണെങ്കിലും റോണിന്റെ മമ്മിയെ കൂടെ ഞാനൊന്ന് ക്ഷണിച്ചോട്ടെ. റോണിന്റെ അമ്മയെ കൂടെ ഒന്ന് ക്ഷണിക്കാല്ലേ. റോൺ ആഗ്രഹിക്കുന്നത് ലിസ്റ്റിന് ചെറുപ്പം മുതൽ ഞാൻ ഹസ്ബൻഡ് പുറത്തായിരുന്നു. അപ്പൊ ഞാനാണ് അവളെ സ്കൂളിൽ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഷീസ് എന്താ പറയാ കുറച്ച് സ്ലോ ആണ് ഭക്ഷണം കഴിക്കാൻ. ഐ ഹാവ് ടു റൺ ആഫ്റ്റർ അവളെ പ്രിപ്പയർ ചെയ്യാൻ. അപ്പൊ അത്രയുള്ള പിന്നെ അത് കഴിഞ്ഞ് അവള് സെൽഫായി ആഫ്റ്റർ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം CET-യിലേക്ക് ബിടെക്കിന് പോയപ്പോ അവളെ ചെന്ന് പിന്നെ ഫുൾ അവള് സ്വന്തം കാര്യം സ്വന്തം നോക്കാനും നോക്കിയത്. ട്രെയിനിൽ പോലും അവിടെ വരലും പരീക്ഷയ്ക്ക് വരലും. പിന്നെ ഞാൻ എനിക്കും നോക്കേണ്ടി വന്നിട്ടില്ല. She has been very bold. She does her work without any ആദ്യം അസിസ്റ്റൻസ് വേണ്ട, തന്നെ ചെയ്തോളും. ആരും അസിസ്റ്റൻസ് അവൾക്ക് താല്പര്യമില്ല. നമ്മളോട് ചോദിക്കും. എന്നാലും അവളുടെ ഒരു വ്യൂ ഉണ്ട്. അവൾക്ക് ഷീ ഹാസ് എ വ്യൂ പോയിന്റ്. അപ്പൊ ആ ഡയറക്ഷൻ തന്നെ അവള് ചെയ്യണം. ഭംഗിയായിട്ട് തന്നെ ചെയ്യും. ഈ ഡാൻസ് ഒക്കെ അവളുടെ പ്ലാനാണ്, അവളുടെ ഐഡിയാസ് ആണ്. സോ വി ജസ്റ്റ് എന്താ പറയാ, അത് പ്രോപ്സ്. ഞങ്ങൾ പ്രോപ്സ് ആയിരുന്നു. ഞങ്ങൾ ഡാൻസ് കളിച്ചെന്നുള്ള അവളാണ് അവളുടെ ഡയറക്ഷൻ. ഓക്കെ, താങ്ക് യു.
താങ്ക് യു സോ മച്ച്. കുറെ പേര് പറയുന്നുണ്ട് ലിസ്റ്റിൽ മൈക്ക് കൊടുക്കണം പറയണം. പക്ഷെ ഇന്നത്തെ ദിവസം ഞാൻ എന്താണെങ്കിലും ഇവന്റെ കൂടെ നിൽക്കുള്ളൂ. അത് ഞങ്ങൾക്ക് പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ആക്ഷൻസ് ആയ കുഴപ്പമില്ലല്ലോ. നമുക്ക് ഷോ ഗെയിമിലേക്ക് പോവാൻ എന്താണെങ്കിലും സിമ്പിൾ ആയിട്ട് 5 മിനിറ്റ് സമയം നമ്മൾ എടുക്കുള്ളൂ. ഇനി ലിസ്റ്റിനാണ് ആൻസറെങ്കിൽ നമ്മൾ വൈറ്റ് റോസ് ഒന്ന് ഉയർത്തും. റോണിനാണ് ആൻസറെങ്കിൽ റെഡ് റോസ് ഒന്ന് ഉയർത്തി കാണിക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ആദ്യത്തെ ചോദ്യം പെട്ടെന്ന് ചോദിക്കാം അല്ലേ? സൈലന്റ്. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു സൈലന്റ് ക്യാരക്ടർ. ഈ ചോദ്യം വേണോ വെച്ചിട്ടാണ് ചോദിച്ചത്. എന്നാലും ഒന്ന് ചോദിച്ചറിയാം. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ സൈലന്റ്. ആദ്യത്തെ ചോദ്യത്തിന് പരസ്പരം വിരുദ്ധമായിട്ടുള്ള ആൻസേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഓപ്പോസിറ്റ് ആൻസേഴ്സ് ആണ്. അവിടെ ലിസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഹൂസ് മോർ സൈലന്റ് ആണ് ഞാൻ ചോദിച്ചത്. ഓപ്പോസിറ്റ് ആൻസേഴ്സ് ആണ്. ഇവിടെ റോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ. ഞങ്ങൾക്ക് ഒരു ബെറ്റർ സിംഗർ ലിസ് ആണോ റോൺ ആണോ? വലിയ കുഴപ്പമൊന്നുമില്ല, പാട്ടൊക്കെ പാടും. ഫുൾ ക്രെഡിറ്റ് ലിസ്റ്റിനാണ് കൊടുത്തിരിക്കുന്നത്. ലിസ് നന്നായിട്ട് പാടുന്നു പറയുന്നത്. ശരിക്കും പാടുന്ന ആളാണോ? നമ്മളിപ്പോ പാടുന്നൊന്നുമില്ല. എന്നാലും ഞാൻ ചോദിക്കാണ്, കുഴപ്പമില്ല. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് നീങ്ങുന്നു. നിങ്ങളൊരു സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത് ആരായിരിക്കും? സർപ്രൈസ് ഒക്കെ കൊടുക്കാനായിട്ട് ഇഷ്ടമാണ്, അങ്ങനത്തെ ഇഷ്ടമൊക്കെ ഉള്ളത് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കാനാണ് സാധ്യത? ഓക്കെ, റോൺ ആണ് രണ്ടുപേരും ആൻസർ ചെയ്തിട്ടുള്ളത്. റോൺ ആണ് കൂടുതൽ സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. ആൻഡ് അടുത്തൊരു ചോദ്യം, നിങ്ങളൊരു ബെറ്റർ ഡാൻസർ? കാരണം റോണിന്റെ ഡാൻസ് കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങളൊരു ബെറ്റർ ഡാൻസർ? ഓക്കെ, തന്നെയാണ്. ആൻഡ് ഒരു സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചുമ്മാ വെറുതെ അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ആദ്യം ഒരു സോറി പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ആരായിരിക്കും? റോൺ ആണ് രണ്ടുപേരും ആൻസർ ചെയ്തിരിക്കുന്നത്. ഇവര് ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് ആൻസർ ചെയ്യുന്നത്. സത്യസന്ധമായിട്ടാണ് ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അടുത്തൊരു ചോദ്യം, നമ്മളിപ്പോൾ കേൾക്കുന്ന പോലെ തന്നെ നിങ്ങൾ അത്യാവശ്യം തമാശകളൊക്കെ പറയാനായിട്ട് സാധ്യത, കുറച്ച് ഫണ്ണി ആയിട്ടൊക്കെ സംസാരിക്കുന്നത് മേ ബി അതാരായിരിക്കാനാവും സാധ്യത? രണ്ടുപേരും എന്താ പറയുക, സെൽഫ് കോംപ്ലിമെന്റ് ആണ്. ലിസെന്നും റോണിന്റെ പേര് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരായിരിക്കും? റോണിനാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. നമുക്കിങ്ങനെ ചോദ്യം ചോദിച്ചു പോകാതെ ഇവര് കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് തരുന്നുണ്ട്. ആൻഡ് അടുത്തതായിട്ട് പുറത്തൊക്കെ പോകാനും അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. ഹോംലി ഫുഡിനേക്കാളും എപ്പോഴും ട്രാവൽ ചെയ്യുക, ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ആരായിരിക്കും? ഞാൻ തന്നെ. റോൺ ആണ് ആൻസർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ, നമുക്ക് ഇതിന്റെ ചോദ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ടൊരു കുക്കിങ്ങിനുള്ള സാധ്യത, പാചകം ചെയ്യാനുള്ള ഒരു സാധ്യത ആർക്കായിരിക്കും? റോൺ. എല്ലാവരും റോണിന് കൊടുത്തു. അപ്പൊ എന്താണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ആൻസർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൂടുതൽ കുഴപ്പമിങ്ങനെ ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പിംഗ് ആണ്. അപ്പൊ എന്താണെങ്കിലും രണ്ടുപേരും നീച്ചതല്ലേ? മനമത്
மழையேதான் எதிர்பார்க்கும் எங்கேயும் போகாமல் தினம் சில சமயம் தினலாட்டாய் உன்னாடைக்குள்ளே நான் வேண்டும் வசீக என் நெஞ்சில் உன் பொன்மையை தூங்கினால் போதும் அதிகள் என் கண்கள் உன் ஜென்மங்கள் ஏற்றுங்கள் என்னை கொடுத்த என்னை கருத்துடை பாதையும் அது கவிதை இருடன் போல் பருங்கியும் தெரியுங்கி உன்னை நீ அழைப்பாயே அது கவிதை யாரேனும் மணி கேட்டா அவர் சொல்ல யாரே காதலும் முடிவிடையில் சுடங்காதே வசீலிகர என் நெஞ்சிலிக உன் பொன்முடி தூங்கினால் போதும் அதேகள் நீ கண்ணுங்க ஜென்மங்கள் ஏற்றுங்கள் நேசிப்பதும் சுவாசிப்பதும் எங்கே Wanna love you like we're dreaming, and we'll never stop believing. Wanna ever have this feeling all for you. Oh, I do. It's like a bluebird with a song. Oh, I can't help but sing along. It's like a river, wild and free. 'Cause I could do anything if you're with me. Wanna love you like we're dreaming, and we'll never stop believing. Wanna ever have this feeling all for you. Oh, I do. Wanna dance like no one's watching.
ചങ്കി പൊക്കി നമ്മൾ Thank you so much. What if we become? Tell me all the things you've done for love. All the things you've done for love. Oh, hold tight to keep from cold. Tell you all the things I've done for love. All the things I've done for love. Darling, let's go walking down your favorite city street. Every little moment I feel myself sinking deep. For you, for you, for you. Darling, I'd do anything for you. What can be undone? Tell me all the things you've done for love. All the things you've done for love. Oh, strong to keep from fall. Tell you all the things I've done for love. All the things I've done for love. Every little moment I feel myself sinking deep. For you, for you, for you. Darling, I'd do anything for you. What if we become? Tell me all the things you've done for love. All the things you've done for love. Darling, let's go walking down your favorite city street.